IFPHന്റെ 2081 സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ N. ഹരിഹരൻ സാറാണ്. റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോമിയോപ്പതി, കേരള. 45 വർഷത്തെ ചികിത്സാ പരിചയം, ISKയുടെ മുൻ ടീച്ചിങ് ഫാക്കൽറ്റി, ആലപ്പുഴ ജില്ലയുടെ മുൻ ISK പ്രസിഡന്റ്. ധാരാളം ബോധവൽക്കരണ ക്ലാസുകൾ എടുത്തിട്ടുള്ള വ്യക്തിത്വം. വിവിധ തരം പ്രിസ്ക്രിപ്ഷനുകളും ചികിത്സയുടെ പ്രോട്ടോക്കോളും 3-ാം ഭാഗമാണ് ഇന്ന് സാർ ക്ലാസ് എടുക്കുന്നത്. ഈ ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ N. ഹരിഹരൻ സാറിനെ ആദരപൂർവ്വവും സ്നേഹപൂർവ്വവും ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാറിന് ആരംഭിക്കാം. ആദ്യമായിട്ട് എല്ലാവർക്കും തിരുവോണാശംസകൾ. പിന്നെ ഇന്ന് നമ്മുടെ പ്രോട്ടോക്കോളിനെ കുറിച്ചാണ് നമ്മളെ കുറച്ച് ഭാഗം നിർത്തിയത്. അപ്പൊ അറിയാലോ ഞാൻ എങ്ങനെയാ ഇന്ന് വന്നെന്നുള്ള കാര്യം. അതായത് ഞാനൊരു സ്റ്റാൻഡ് ബൈ ആണ് ഇപ്പം. ഡോക്ടർ ധനേഷിന് ഞാൻ പണ്ടൊരു ചാക്കോ മാപ്പിളയുടെ കാര്യം പറഞ്ഞ് ഓർക്കുന്നുണ്ട്. ചാക്കോ മാപ്പിള അതായത് ഒരു 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 പടുമഴയത്ത് തിരുവാഭരണം കൊണ്ടുപോയ ബിംബത്തെ പുതപ്പിക്കാനായിട്ട് ഒരു കീറച്ചാക്ക് വലിച്ചെറിഞ്ഞു കൊടുത്ത ചാക്കോ മാപ്പിളയുടെ കാര്യം ഞാൻ പറഞ്ഞു. ആ പടുമഴയത്ത് ചാക്കോ മാപ്പിള ആ പാലത്തിന്റെ അടിയിൽ കിടന്ന് മരിച്ചു. പക്ഷെ അടുത്ത പ്രാവശ്യം തിരുവാഭരണം വന്നപ്പോൾ അതിന്റെ മാനേജര് ഒരു ഇൻഡാസ്, നിങ്ങൾ പതിവായി ബിംബത്തെ പുതപ്പിക്കുന്ന പുതപ്പ് ഇപ്രാവശ്യവും കൊടുത്ത് രസീത് കൈപ്പറ്റേണ്ടതാണ്. ചാക്കോ മാപ്പിള മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ഈ ഇതിനെ നനയ്ക്കരുത് എന്നും പറഞ്ഞാണ് അദ്ദേഹം ആ കിഗ്രറ്റ് പുതപ്പ് അദ്ദേഹം പുതച്ചുകൊണ്ടിരുന്ന കിഗ്രറ്റ് പുതപ്പ് ഇട്ടുകൊടുത്തത്. എന്തൊക്കെയായാലും അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞ കണക്ക് ധനേഷ് എന്നെ ചാക്കോ മാപ്പിളെ ആക്കിക്കൊണ്ടിരിക്കുക. സാർ എല്ലാ പ്രാവശ്യവും എടുക്കുന്നത് പോലെ ഇപ്രാവശ്യവും വന്ന് ക്ലാസ് എടുത്ത് IFPH ക്ലാസ് എടുത്ത് തരണം എന്നും പറഞ്ഞിട്ടുണ്ടാസ്. സാറ് റെഗുലർ ആയിട്ട് റെഡിയാന്ന് എന്നോട് പറഞ്ഞിരുന്നത്. എപ്പോ വിളിച്ചാലും ഞാൻ ഉറക്കത്തിൽ നിന്നാണെങ്കിലും ചാടി എഴുന്നേറ്റ് എടുത്തോളാം. ആയിക്കോട്ടെ, എന്നാൽ ശരി, നമുക്ക് തുടങ്ങാം. പിന്നെ ഡോക്ടർ മറിയാമ്മ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എവിടെ നിർത്തിയെന്നറിയാമോ? കഴിഞ്ഞ പ്രാവശ്യം നീ ജോയിന്റ് പെയിൻ, നമ്മള് സയാറ്റിക്കൊക്കെ കഴിഞ്ഞല്ലോ. ഇല്ല, അഡിനോയിഡും നീ ജോയിന്റ് പെയിനുമാണ് അവസാനം. ആണോ? ഡിസ്ക് പ്രൊലാപ്സ് എടുത്തോ? അതൊക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞല്ലേ? സ്പോണ്ടിലോസിസ് കഴിഞ്ഞു. സയാറ്റിക്ക അപ്പൊ കഴിഞ്ഞു കാണും. സയാറ്റിക്ക, പിന്നെ വോമിറ്റിംഗ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് യൂറിനറി ഇൻഫെക്ഷൻ കഴിഞ്ഞു. പിന്നെ UTI കഴിഞ്ഞു. കുറച്ചും കൂടെ സാറേ. അർട്ടിക്കേരിയ കഴിഞ്ഞായിരുന്നോ? അർട്ടിക്കേരിയ കഴിഞ്ഞു. IBS കഴിഞ്ഞു. സൈനസൈറ്റിസ് കഴിഞ്ഞു. ഗ്യാസ് കഴിഞ്ഞോ? ഇല്ലില്ല, നമുക്ക് ഗ്യാസ് ട്രബിൾ എടുത്തില്ല. അപ്പൊ ഗ്യാസ് ട്രബിൾ തൊട്ടാണ് നമ്മൾ എടുക്കാനുള്ളത്. IBSന്റെ ഞാൻ പറഞ്ഞത് സൾഫർ, രാവിലെ സൾഫർ 1 ഡോസ് കൊടുക്കുക, രാത്രി നൈറ്റില് നെക്സോമിക്ക് കൊടുക്കുക, ആലോസ് 1 ആഫ്റ്റർനൂണിൽ കൊടുക്കുക. അതൊക്കെ നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടല്ലോ? അതുണ്ട്. അത് കഴിഞ്ഞിട്ട് സൈനസൈറ്റിസ് ഉണ്ട് എടുത്തത്. സൈനസൈറ്റിസ് എടുത്തോ? പിന്നെ ടോൺസിലൈറ്റിസ്, ഫയറിഞ്ചൈറ്റിസ്, ഫീവർ, അഡിനോയിഡ് എടുത്തു. നീ ജോയിന്റ് പെയിൻ അവിടം വരെ എടുത്തു. നീ ജോയിന്റ് പെയിൻ അത് കംപ്ലീറ്റ് ചെയ്തു അല്ലേ? അവസാനം അർട്ടിക്കേരിയക്ക് റെസ്റ്റ് ഓഫ് ഓയിൽ കൊടുത്തതായിട്ട് പറഞ്ഞു. ഞാൻ റെസ്റ്റ് ഓഫ് ഓയിൽ കൊടുത്തതൊക്കെ പറഞ്ഞു. അടുത്തത് ഇതാ, ഈ
നമ്മൾ ഇത് പ്രോട്ടോകോൾ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, അത് വാസ്തവത്തിൽ ഈ പണ്ട് ഈ സർക്കസുകാരുടെ പോലെ, അതായത് ആദ്യമൊക്കെ വളയത്തിൽ കൂടെ ചാടും. അതായത് ഇപ്പോ ഈ പിന്നെ എല്ലാ പാരാമീറ്റേഴ്സും എല്ലാം നോക്കി കേസൊക്കെ എടുത്ത് റെപ്പർട്ടൈസ് ചെയ്ത് കൃത്യമായിട്ടുള്ള മരുന്ന് കണ്ടുപിടിച്ച് പേഷ്യൻസിന് കൊടുക്കും. അങ്ങനെ ഭേദമാക്കാം. അങ്ങനെയാണ് അത് വളയത്തിൽ കൂടെ ചാടുക. അതായത് ചില നിയമങ്ങളുടെ ഉള്ളിൽ നിന്ന് നമ്മൾ ചികിത്സിക്കുക. അതേസമയം ഈ പ്രോട്ടോകോൾ അങ്ങനല്ല, വളയമില്ലാതെ ചാടുന്ന ഒരു പ്രക്രിയ. അത് മിക്കവാറും ഒരു 60-70% 100% കിട്ടും. ചിലപ്പോൾ അത് 80 കിട്ടിയെന്നിരിക്കും, ചിലപ്പോൾ 90 കിട്ടിയെന്നിരിക്കും, ചിലപ്പോൾ 100% കിട്ടി. അതാണ് ഈ പ്രോട്ടോകോളിന്റെ നമുക്ക് എപ്പോഴും ഞാൻ പറയാറുള്ളത്. ഇപ്പൊ ഡിസ്മെനോറിയയ്ക്ക് ഞാൻ പ്രോട്ടോകോളിൽ കൊടുക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പൾസാറ്റില 10 ഒരു ഡോസ് കൊടുക്കും, ഒറ്റ ഡോസ്. അത് നിങ്ങളുടെയൊക്കെ സൗകര്യം പോലെ ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അറ്റ് എ ടൈം 2 ഡോസ് കൊടുക്കാം. അതായത് ഒരു ഡോസ് കൊടുത്തു കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് 1 ഡോസും കൂടെ കഴിക്കാൻ പറയാം. അതൊരു ടെക്നിക്ക് എന്നുള്ളതേ ഉള്ളൂ. 1 ഡോസ് തന്നെ കൊടുത്താൽ മതി. എന്നാലും സാധാരണഗതിയിൽ ഈ പ്രകാശ് സാറിനെ പോലുള്ള ആൾക്കാർ 2 ഡോസ് കൊടുക്കും. ഇപ്പം ഞാനും ചിലപ്പം അപ്പോഴത്തെ മൂഡ് അനുസരിച്ച് ചിലപ്പം 2 ഡോസ് കൊടുത്തെന്നിരിക്കും. ഒരു ഡോസ് കൊടുത്തു കഴിഞ്ഞിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞ് 1 ഡോസും കൂടെ കൊടുക്കാൻ പറയും, 1 പൗഡറും കൂടെ കൊടുത്തേക്കാൻ പറയും. രണ്ടും മെഡിസിൻ ഒന്ന് തന്നെയായിരിക്കും. അങ്ങനെ പൾസാറ്റില 10 ഒരു ഡോസ് കൊടുക്കാൻ പറയും. പിന്നെ കൊടുക്കേണ്ടത് സബൈനയാണ്. സബൈന എന്ന് പറഞ്ഞാൽ വണ്ടർഫുൾ മെഡിസിൻ ആണ് ഈ ഡിസ്മെനോറിയ. വണ്ടർഫുൾ മെഡിസിൻ. അത് TDS ആയിട്ട് കൊടുക്കണം. അതിന്റെ പൊട്ടൻസി എത്ര ദിവസം കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കാര്യം എന്താ വെച്ചാൽ അത് കണ്ടിന്യൂ ചെയ്യും. എന്നിട്ട് ഡിസ്മെനോറിയ കുറയുമ്പം സ്റ്റോപ്പ് ചെയ്തേക്കണം, പിന്നെ കൊടുക്കും. എന്റെ വേറെ ഒരു ടെക്നിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പൾസാറ്റില 0/3 നിങ്ങളൊന്നും ഇത് അംഗീകരിക്കണമെന്നില്ല. പുതിയ ഡോക്ടേഴ്സ് ചിലപ്പോൾ അംഗീകരിക്കത്തില്ല, പഴയവരും അംഗീകരിക്കണമെന്നില്ല. എന്നാലും ഞാൻ ചെയ്യുന്നത് അങ്ങ് പറയുന്നെന്നുള്ളതേ ഉള്ളൂ. പൾസാറ്റില 0/3 ഞാൻ 1 ഡോസ്, അതായത് 1 പൊടി 1 ലിറ്റർ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ത്രൂ ഔട്ട് ദി ഡേ കുറേശ്ശെ കഴിച്ചോളാൻ പറയും. അത് ഒരാഴ്ചത്തേക്കാ മരുന്ന് കൊടുക്കുന്നെങ്കിൽ അത് 7 പൊടി കൊടുക്കും. 2 ആഴ്ചത്തേക്കാണെങ്കിൽ 14 പൊടി കൊടുക്കും. അതിന് വേറൊരു ഗുണവും കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇവരിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. 14 പൗഡർ കൊടുത്താൽ 15ാമത്തെ ദിവസം അവർ നമ്മുടെ ക്ലിനിക്കിൽ വന്നിരിക്കണം. അതാണ് അതിൻ്റെ ഒരു കണക്ക്. അത് മിക്കവാറും എല്ലാ പോളിക്രസ്റ്റിന്റെ 50 മില്ലിസ്മെൽ പൊട്ടൻസി എൻ്റെ കയ്യിലുണ്ട്. പോളിക്രസ്റ്റിന്റെ ഉണ്ട്, അല്ലാത്തതിൻ്റെ ഉണ്ട്. അത് ഞാൻ അങ്ങനെ കൊടുക്കും. പിന്നെ സിവിയർ പെയിൻ ആണെങ്കിൽ, ഡിസ്മെനോറിയയ്ക്ക് ചിലപ്പം ഭയങ്കരമായിട്ടുള്ള വേദന വരുമല്ലോ, അങ്ങനെയാണെങ്കിൽ മാഗ്ഫോസ് 3X, അത് SBLന്റെയോ ഇല്ലെങ്കിൽ ഷാബയുടെ തന്നെ കിട്ടും. ഷാബ ഇന്ത്യൻ്റെ തന്നെ കിട്ടും. ഫോറിൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് 15 ടാബ്ലറ്റ്സ്. അവിടെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് കിടക്കുന്നത്. പല ആൾക്കാരും നെറ്റ് ചുളിക്കും, ഇതിനായി 15 ടാബ്ലറ്റ്. പക്ഷേ 15 ടാബ്ലറ്റ് കൊടുത്തു നോക്കും. മാഗ്ഫോസിന് 3X 15 ടാബ്ലറ്റ് ചൂടുവെള്ളത്തിലിട്ട് കൊടുക്കുകയാണെങ്കിൽ ചെവിവേദന കുറയും, വയറുവേദന കുറയും, തലവേദന കുറയും, എവിടെയെല്ലാം വേദനയുണ്ടോ അതൊക്കെ കുറയും. അത് പക്ഷെ 15 ടാബ്ലറ്റ് നല്ല ചൂടുവെള്ളം 1 ഗ്ലാസ് എടുത്തിട്ട് അതിനകത്ത് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് 1 ഡോസ് കൊടുക്കണം. അത് കഴിഞ്ഞൊരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത ഡോസും കൂടെ കൊടുത്താൽ വേദന അവിടെ കുറയും. അതാണ് അതിൻ്റെ കാര്യം. പിന്നെ കൊടുക്കേണ്ടത് പൾസാറ്റില 3X ആണ്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പൾസാറ്റില 3X 5 ഡ്രോപ്സ് TDS ആയിട്ട് കൊടുക്കണം. അപ്പം പൾസാറ്റിലയുടെ വിവിധ പൊട്ടൻസിയാണ്. എന്തിനാ ഇങ്ങനെ കൊടുക്കുന്നത്? പൾസാറ്റിലയുടെ ഈ പൊട്ടൻസി നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാമല്ല ഏത് ലെവലിലാണ് ഈ പേഷ്യന്റിന്റെ ഈ ഡിസീസ് സിംറ്റം നിൽക്കുന്നത് നമുക്കറിയാൻ വേണ്ടി.
അതറിയാൻ പ്രയാസമാണ്. അപ്പം ഡിഫറെന്റ് റേഞ്ച്, എവിടെയാണ് ആ റേഞ്ചില് ഡെപ്ത്, ഡിഫറെന്റ് ഡെപ്ത്, ആ ഡെപ്തില് ഡിഫറെന്റ് ഡെപ്തിൽ ഇത് ആക്ട് ചെയ്യും. അപ്പൊ 3x ആക്ട് ചെയ്യുന്ന സ്ഥലത്ത് 0/3 ആക്ട് ചെയ്യത്തില്ല. അതേസമയം പൾസാറ്റില 10m ആക്ട് ചെയ്യുന്നിടത്ത് ഇത് രണ്ടും ആക്ട് ചെയ്യത്തില്ല. ഇറ്റ് ഈസ് സോ ഡീപ്പ്. അപ്പം അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യും. ബാക്കിയുള്ളതെല്ലാം സൂപ്പർഫിഷ്യൽ, അതിനെക്കാട്ടും ജസ്റ്റ് എബവ് ആയിരിക്കും അതെല്ലാം. അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്, TDS ആയിട്ട് കൊടുക്കും. പിന്നെ കൊടുക്കുന്ന ഒരു ഡ്രോപ്സ് അശോക ടിഞ്ചറാണ്. അശോക ടിഞ്ചർ 20 ഡ്രോപ്സ് BD ആയിട്ട് കൊടുക്കും. പിന്നെ അടുത്ത കൊടുക്കുന്നത് വൈബ്രിനം ഓപ്പുലസ്, ഇറ്റ്സ് എ വണ്ടർഫുൾ മെഡിസിൻ ഫോർ ഡിസ്മെനോറിയ. അത് 15 ഡ്രോപ്സ് TDS ആയിട്ട് കൊടുക്കും. പിന്നെ സിവിയർ പെയിൻ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ കൊളിൻസോണിയ ടിഞ്ചർ. അത് വേദന പീരീഡ്സ് തുടങ്ങുന്നതിന് മുമ്പോ ഒരാഴ്ച ഇല്ലെങ്കിൽ 4-5 ദിവസം മുമ്പ് കൊളിൻസോണിയ ടിഞ്ചർ സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്ത് അതും 15 ഡ്രോപ്സ് TDS ആയിട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ഇതെല്ലാം കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ഡിസ്മെനോറിയ ഒക്കെ ആയിട്ട് വരുമ്പോൾ ഈ കുട്ടിക്ക് ഒരു US സ്കാൻ നമ്മൾ എടുക്കണം. US സ്കാൻ എടുത്തിരിക്കണം. ആ US സ്കാൻ എടുക്കുമ്പോൾ എവിടെങ്കിലും അതിനകത്ത് ഫൈബ്രോയിഡോ മറ്റോ ഉണ്ടെങ്കിൽ ഈ ഡിസ്മെനോറിയ സിംറ്റംസ് കാണിക്കും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക്, അങ്ങനെയുള്ള പേഷ്യൻസിന് ഫ്രാക്സിനസ് അമേരിക്കാന അത് കൊടുക്കേണ്ടത് 25 ഡ്രോപ്സ് വെച്ച് കൊടുക്കണം. അത് നിങ്ങൾ ആരും നെറ്റി വിളിക്കണ്ട. 25 ഡ്രോപ്സ്, രാവിലെ 25, രാത്രിയിൽ 25. ഫൈബ്രോയിഡ് ചുരുങ്ങും. പിന്നെ നമ്മൾ നേരത്തെ സബൈന 200 പറഞ്ഞു, അതുപോലെ സബൈന ടിഞ്ചറും ഒരു 15 ഡ്രോപ്സ് TD ആയിട്ട് കൊടുക്കണം, TDS ആയിട്ട് കൊടുക്കണം. അപ്പൊ പൾസാറ്റില 10m പറഞ്ഞു, സബൈന 200. സബൈന 200ന്റെ സ്ഥാനത്ത് ഒരിക്കലും ടിഞ്ചർ ആക്ട് ചെയ്യത്തില്ല. ടിഞ്ചർ ദാറ്റ് ഈസ് എ പത്തോളജിക്കൽ. അപ്പൊ അത് ആ ലെവലിലേ ആക്ട് ചെയ്യത്തുള്ളൂ. ഈ ഫ്രാക്സിനസ് അമേരിക്ക, ഈ ടിഞ്ചേഴ്സ് എല്ലാം സൂപ്പർഫിഷ്യൽസിലെ ആക്ട് ചെയ്യത്തുള്ളൂ. അതേസമയം 200ഉം അതിന്റെ എബവും ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കാട്ടിലും ജസ്റ്റ് ഹയർ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ ഡീപ്പായിട്ട് ആക്ട് ചെയ്യുന്ന മെഡിസിൻ പൾസാറ്റിലയാണ്. കൊടുത്തു നോക്കിയിട്ട് ഒരു 3 months ഒക്കെ കഴിയുമ്പോഴത്തേക്ക് പേഷ്യന്റിന് ശരിക്കും കുറവ് കിട്ടും. പിന്നെ ഈ ഏതെങ്കിലും ഫൈബ്രോയിഡോ എന്തെങ്കിലും അതിനകത്തുണ്ടെങ്കിൽ ഇൻട്രക്കറന്റ് ആയിട്ട് കൊടുക്കാവുന്ന ഒരു മരുന്നാണ് തൂജ കൊടുക്കണം. അത് നമ്മൾ പൾസാറ്റില 10m കൊടുത്തു, ഒരു മാസം കഴിഞ്ഞിട്ട് തൂജ 10m ഒരു ഡോസ് കൊടുത്തോണം. അത് ഈ ഇതുള്ളത് കൊണ്ടാണ്. ഫൈബ്രോയിഡോ ഇല്ലെങ്കിൽ എവിടെങ്കിലും ഒരു ഗ്രോത്തോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൂജ ഇൻട്രക്കറന്റ് ആയിട്ട് കൊടുക്കും. അടുത്തത് ഹൈപ്പർ ആൻഡ്രജൻ ആണ്. അതും സാധാരണയായിട്ട് ഈ ഇൻഫെർട്ടിലിറ്റി കേസിനോ മറ്റിനൊക്കെ നമുക്ക് പോയി കൊടുക്കാവുന്നതാണ്. അതിന്റെ പ്രോട്ടോകോള് ഓവറി 3x TDS ആയിട്ട് കൊടുക്കുക. പൾസാറ്റില ടിഞ്ചർ 15 ഡ്രോപ്സ് TDS ആയിട്ട് കൊടുക്കുക. സൾഫർ 1m അത് ഗ്രാജുവൽ ആയിട്ട് ഇൻക്രീസ് ചെയ്യണം. ഇൻക്രീസ് ചെയ്ത് യു ക്യാൻ ഗീവ് അപ് ടു 10m വരെ കൊടുക്കാൻ പറ്റും ഹൈപ്പർ ആൻഡ്രോജന്. പിന്നെ മെറ്റാസസിസ് ഉണ്ടെങ്കിൽ, മെറ്റാസസിസ് എപ്പോഴെങ്കിലും ഏതെങ്കിലും രീതിയിൽ വരികയാണ്, അതായത് ഇപ്പൊ തന്നെ മംസ് വന്നു മെറ്റാസസിസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്ന് വിചാരിച്ചുകൊള്ളുക. അങ്ങനെ ഓവറിക്ക് മെറ്റാസസ് വരാൻ സാധ്യതയുണ്ട് എന്ന് കാണുകയാണെങ്കിൽ പൾസാറ്റില 10m ഒരു ഡോസ് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് 15 days കഴിഞ്ഞാൽ ട്യൂബർകുലിനം 1m ഒരു ഡോസ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കാഴ്സിനോസിൻ 1m കൊടുക്കുക. മെറ്റാസസിന്റെ ആണ് അത്. പിന്നെ ഹൈഡ്രാസസിസ് ടിഞ്ചർ മറന്നു പോകരുത്. ഈ മെറ്റാസസിന് അത് 20 ഡ്രോപ്സ് BD ആയിട്ട് കൊടുക്കാം. 20 ഡ്രോപ്സ് BD. പിന്നെ അടുത്തത്
അത് കഴിഞ്ഞു. നെക്സ്റ്റ് 23-ാമത്തതാണ് ഇനി ഞാൻ വായിക്കുന്നത്. നേസൽ പോളിപ്പസ്. നേസൽ പോളിപ്പസ് ഒരു 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 വലിയ പ്രോബ്ലമാണ് കുട്ടികളെ സംബന്ധിച്ച്. ഈ അഡിനോയിഡ് പോലെ തന്നെ ഒരു പ്രോബ്ലമാണ് നേസൽ പോളിപ്പസ്. അത് അഡിനോയിഡിന് നമ്മൾ അഗ്രാഫീസ് ഒക്കെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇതിന് കൊടുക്കേണ്ട ഒരു മരുന്നാണ് ലെംനാമൈനർ 30. ലെംനാമൈനർ 30 TDS ആയിട്ട് കൊടുക്കുക. സാങ്ക്വിനോറിയ 30 TDS ആയിട്ട് കൊടുക്കണം. പിന്നെ ട്യൂക്രിയം ടിഞ്ചർ 10 drops TDS ആയിട്ട് കൊടുക്കണം. പിന്നെ ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി, ഐ മീൻ മയാസ്മാറ്റിക് റെമഡി എന്ന് പറയുന്നത് തൂജയാണ്. തൂജ 10 ഒരു ഡോസ് കൊടുക്കാം. ഈ തൂജ ഒരു വണ്ടർഫുൾ മെഡിസിനാണ്. എനിക്ക് ഈ അടുത്ത നാളിലുള്ള ഒരു വലിയ അനുഭവം, ഒരൊറ്റ ഡോക്ടർമാർക്കും എനിക്ക് തോന്നുന്നില്ല, ഞാൻ ഈ ഹോമിയോപ്പതിയുടെ IFPHലും മറ്റ് ഫ്ലോറിലുമൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ആർക്കെങ്കിലും ന്യൂറോ ഫൈബ്രോമ ചികിത്സിച്ച് ഭേദമാക്കിയ അനുഭവം ഉണ്ടോ? ഈ ഇംഗ്ലീഷിൽ നടക്കുന്ന പല മീറ്റിങ്ങുകളിൽ ഞാൻ ഇപ്പോഴേ ഇംഗ്ലീഷിൽ കയറാത്തത്, നേരത്തെ സ്ഥിരമായിട്ട് കയറിയിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു നോക്കിയിട്ടുണ്ട്, ഈ IFPHലും ചോദിച്ചു നോക്കിയിട്ടുണ്ട്. ഒരൊറ്റ ആളിനും അനുഭവമില്ല. പക്ഷെ എനിക്ക് അത് ഇപ്പം ഒരനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു 11-ാമത്തെ വയസ്സിലാണ് ആ കൊച്ചിനെ കൊണ്ട് എൻ്റെ വരുന്നത്. അതായത് ഒരു ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടൊരു മനുഷ്യൻ്റെ കുട്ടിയാണ്. മെഡിക്കൽ കോളേജിൽ ചെന്നപ്പം ഇത് ന്യൂറോ ഫൈബ്രോമയാണെന്ന് ഡിറ്റക്ട് ചെയ്തു. കുഞ്ഞിന്റെ ദേഹം മുഴുവൻ വന്നു. പക്ഷേ അതിൻ്റെ ബേസിക് റെമഡി എന്ന് പറയുന്നത് തൂജയാണ്. തൂജ ഗ്രാജുവലായിട്ട് ഞാൻ ഇൻക്രീസ് ചെയ്തു. ഇപ്പം നൗ ഇറ്റ് ഈസ് റണ്ണിങ് ഓൺ തൂജ CM. അതിൻ്റെ വേറൊരു മരുന്നും കൂടെ ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. അതിൻ്റെ റിസൾട്ട് പറയാറായിട്ടില്ല. എന്തായാലും അത് ഞാൻ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്തായാലും എനിവേ 90% ക്യൂവേഡ്. അത് ഞാൻ നിങ്ങൾക്ക് അറിയാം. അതും ഒരു പ്രോട്ടോക്കോളാണ്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ അടുത്തത് തൈറോയിഡൈറ്റിസ് ആണ്. തൈറോയിഡൈറ്റിസിന് ഞാൻ ഉപയോഗിക്കുന്ന മെഡിസിൻസ് എന്തൊക്കെയാന്ന് വെച്ചാൽ, തൈറോയിഡിന് 10 1 dose every second week, 2 weeks. സെക്കൻഡ് വീക്കിൽ കൊടുക്കണം. 2 ആഴ്ച കൂടുമ്പോൾ തൈറോയിഡിന് 10 ഒരു ഡോസ്. ഹെപ്പാർ സെൽഫ് 1 7 dose, ഡെയിലി 1 dose ഹെപ്പാർ സെൽഫ് 1. പിന്നെ സ്കോഫിലേറിയ ടിഞ്ചർ 20 drops TDS. 20 drops. സ്കോഫിലേറിയയ്ക്ക് ഈ ഗ്ലാൻഡില് വണ്ടർഫുൾ ആക്ഷൻ ആണ്. പിന്നെ എപ്പിസ് 30 TDS. പിന്നെ നമ്മൾ തൈറോയിഡിനും 10 കൊടുത്തല്ലോ. At the same time you must give thyroidinum 3x TDS. പിന്നെ if you can find out the exact constitution, along with this you give the constitutional medicine. That may be Calcarea car, Calcarea fos, Pulsatilla, any medicine it may come. Constitutional Calicar ഒക്കെ വരാം, ലൈക്കോപോഡിയം വരാം. അപ്പൊ അത് ആ കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ കൂടെ ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് പറ്റുകയാണെങ്കിൽ കൊടുത്താൽ ബെസ്റ്റ് റിസൾട്ട് കിട്ടും. അത് പഠിക്കണം. അത് പഠിച്ചിട്ട് നിങ്ങൾ അതും കൂടെ ചെയ്യുക. അതാണ് അതിൻ്റെ. പിന്നെ ഡയബറ്റീസിന്റെ എൻ്റെ ഒരു പ്രോട്ടോകോൾ ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടെ ഞാൻ പറയാം. ഏതോ ഒരു ഡോക്ടർ എന്നെ വിളിച്ച് ചോദിച്ചായിരുന്നു, സാറേ ഡയബറ്റീസിന്റെ ഒരു പ്രോട്ടോകോൾ ഉണ്ടല്ലോ, ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ ആ ഡോക്ടർ ഉണ്ടെങ്കിൽ കേട്ടോളുക, എഴുതിയെടുത്തോളൂ. അത് ലൈക്കോപോഡിയം 10 2 ഡോസ് കൊടുക്കുക. അത് ഈ പറഞ്ഞ രീതിയിൽ ഒരു ഡോസ് കൊടുത്തിട്ട് പിന്നെ കൂടെ കൊടുക്കാം. അപ്പൊ രാവിലെ കൊടുത്ത് കഴിഞ്ഞാല് ഒരു രാവിലെ 10 മണിക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു 11 മണിക്ക് 12 മണിക്ക് ഒരു സെക്കൻഡ് ഡോസ് കൊടുക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്രം സൾഫ് 12x വേണം.
5 ടാബ്ലറ്റ്സ് TDS ആയിട്ട് കൊടുക്കണം. TDS ആയിട്ട് കൊടുക്കണം. 1 ഗ്രെയിൻ ആണെങ്കിൽ 5 ടാബ്ലറ്റ്സ് TDS. പിന്നെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മെഡിസിൻ ജിംനിമം ആണ്. ജിംനിമം ടിഞ്ചർ 25 ഡ്രോപ്സ് TDS. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ കൊടുക്കാവുന്നത് ലൈക്കോപോഡിയം 6C. അത് പ്രത്യേകം ഓർത്തോണം. ലൈക്കോപോഡിയം 6C വാങ്ങിക്കാൻ കിട്ടും. അത് ഒരു 5 ഡ്രോപ്സ് TDS ആയിട്ട് അതും കൂടെ കൊടുത്തേക്കാം. എന്നിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഈ ജിംനിമം സിൽവസ്ട്ര കാൾ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഈ ഉലുവായിൽ നിന്ന് എടുക്കുന്ന ഒരു മെഡിസിൻ ഉണ്ട്. അതിന്റെ പേര് ഫെറോന ഗ്രീക്ക് എന്നോ മറ്റോ ആണ് അതിന്റെ പേര്. അത് നല്ല ഇഫക്റ്റീവാണ് കേട്ടോ. ഫെറോന ഗ്രീക്ക് അത് ഇഫക്റ്റീവാണ്. അത് ആ ടിഞ്ചറിന്റെ ഈ ജിംനിമയുടെ സ്ഥാനത്ത് അത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇതാണ് എൻ്റെ ഡയബറ്റിക്കിന്റെ പ്രോട്ടോകോൾ. എന്നിട്ട് നമ്മൾ ഒരു 1 മന്ത് ഓരോ മാസം കൂടുമ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഇതിന്റെ ഡയറ്റ് എന്ന് പറയുന്നത് പറയാം ഞാൻ. എപ്പോഴും ഈ ഡയബറ്റിക്കിന്റെ ഡയറ്റ് ഏറ്റവും ബെസ്റ്റ് ഡയറ്റ് മില്ലറ്റ് ഡയറ്റാണ്. മില്ലറ്റ് ഡയറ്റാണ്. ആ മില്ലറ്റ് ഡയറ്റ് ഏത് മില്ലറ്റ് ഉപയോഗിക്കാം. പിന്നെ അത് കൂടാതെ കോമ്പിനേഷൻ ഓഫ് മില്ലറ്റ് ഉപയോഗിക്കാം. ചാമ ഉപയോഗിക്കാം. പിന്നെ പല പല മില്ലറ്റുകളുണ്ടല്ലോ. പിന്നെ പിള്ളേർക്ക് കുറുക്കി കൊടുക്കുന്ന പല മില്ലറ്റുകളുണ്ട്. ഈ മില്ലറ്റുകളൊക്കെ നമ്മൾ വാങ്ങിക്കണം. നമ്മൾ വാങ്ങിച്ചിട്ട് ഇപ്പൊ ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് ഈ മില്ലറ്റ് മാത്രം വിൽക്കുന്ന കടകളും അവിടെ നിന്ന് ഇത് വാങ്ങിക്കുക. കിട്ടുന്ന 3-4-5 ടൈപ്പ് മില്ലറ്റുകളുണ്ട്. അത് ഞാൻ താഴെ എഴുതിയിട്ടിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. ആ മില്ലറ്റുകൾ അത് ഒരു 1/4 കിലോ വെച്ച് വാങ്ങിക്കും. 1/4 കിലോ വെച്ച് വാങ്ങിച്ചിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യും. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഈ ഉലുവ വളരെ കുറച്ചേ ഇടാവുള്ളൂ. ഉലുവ ഇപ്പൊ 1/4 കിലോ വെച്ചാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നെങ്കിൽ ഈ ഉലുവ അതിൻ്റെ കൂട്ടത്തിൽ അത്ര ഇടരുത്. ഒരു 1/3 ഉലുവ ഉപയോഗിക്കാം. അത് ഉപയോഗിച്ച് അതിനകത്തിടാം. അത് പിന്നെ ഉലുവ ഒരു വറുത്ത് വേണം ഇടാൻ. വറുത്ത ആയിട്ടിടണം. ഇല്ലെങ്കിൽ വെയിലത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കി എല്ലാം കഴുകി ഉപയോഗിക്കാവുള്ളൂ മില്ലറ്റുകൾ. എല്ലാം കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി ഒക്കെ എടുക്കുക. എടുത്തതിന് ശേഷം അത് ഒരു 3 സ്പൂൺ, അതായത് ടേബിൾ സ്പൂണിന് ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂണിന് ഒരു 3 സ്പൂൺ എടുത്ത് കഞ്ഞിയായിട്ട് കുടിക്കും. കുടിച്ചു കഴിഞ്ഞാൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവാണ് ഇതിന്. നമ്മൾ ഈ മെഡിസിൻ ഉപയോഗിക്കുന്ന ആൾക്കാർ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ ഇത് താന്നു പോകും. വളരെ താന്നു പോകും. അപ്പൊ അത് സൂക്ഷിച്ചേ ഉപയോഗിക്കാവുള്ളൂ. കാര്യം രാത്രിയിലൊക്കെ നമ്മൾ ഇത് മെഡിസിനും എടുക്കുക, ഇതും കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രിയിൽ ഷുഗർ കുറഞ്ഞു പോകും. അത് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ കുറയരുത്. അതുകൊണ്ട് അത് സൂക്ഷിക്കുക. പിന്നെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്താണെങ്കിലും ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിന് 100 നിർത്തണം. ഡയബറ്റിക് പേഷ്യൻറ്റിന്. പിന്നെ PPS അത് ഫാസ്റ്റിംഗ് പോസ്റ്റ് പോണ്ടിയിൽ ഒരു 140 150 അത് 160 വരെ ആയാലും കുഴപ്പമില്ല. പക്ഷെ ഇത് ശരിക്കും വാച്ച് ചെയ്തിട്ട് നിങ്ങൾ ഡയബറ്റിക് പേഷ്യൻസിനെ ചികിത്സിക്കും. നല്ല റിസൾട്ട് കിട്ടും. ഈ മില്ലറ്റുകളാണ് എനിക്ക് മില്ലറ്റിന്റെ എല്ലാം കൂടെ പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആ മില്ലറ്റുകൾ ചില കടകളിലൊക്കെ മില്ലറ്റ് മാത്രം കിട്ടുന്ന കടകളുണ്ട്. അവിടെ പോയിട്ട് അത് വാങ്ങിക്കണം. അത് വാങ്ങിച്ചിട്ട് എല്ലാ മില്ലറ്റുകളും ഈക്വൽ ക്വാണ്ടിറ്റി എടുത്താൽ മതി. ഈക്വൽ ക്വാണ്ടിറ്റി എടുത്ത് പരീക്ഷിച്ച് നോക്കുക. സ്വന്തമായിട്ട് ഇപ്പൊ ഡയബറ്റിക് ഉള്ളവരാണെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് പരീക്ഷിച്ച് നോക്കാം. അപ്പൊ നമ്മുടെ കഞ്ഞി കുടിക്കുന്ന കണക്കിരിക്കും. നല്ല ടേസ്റ്റിയാണ്. ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ടേസ്റ്റിയാന്ന് പറയാൻ കാര്യം. അതിനകത്ത് നല്ല രസമോ ഇല്ലെങ്കിൽ ചമ്മന്തിയോ ഇല്ലെങ്കിൽ അവിയലോ ഇല്ലെങ്കിൽ മോരുകറിയോ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വയറ് നിറയും, നമ്മളെ ഷുഗർ കൂടത്തും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക.
ഏറ്റവും ബെസ്റ്റ് ഇഫക്റ്റാണ്. എന്നിട്ട് അടുത്ത ക്ലാസ് വരുമ്പോൾ നിങ്ങൾ എൻ്റെയൊക്കെ പറ എങ്ങനെ ഇരിക്കുന്നത്. ഇതെല്ലാം ഇപ്പം ഞാൻ പറയുന്നതെല്ലാം വാസ്തവത്തിൽ എനിക്കതിൻ്റെയൊക്കെ റിസൾട്ട് കിട്ടാൻ വളരെ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ഈ പറയുന്നതിൻ്റെ എല്ലാം. അതുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ക്ലാസ്സിലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഡിസ്കഷൻ സാറേ എൻ്റെയൊക്കെ പറയാം, സാറേ ഡയബറ്റീസിൻ്റെ സാറ് പറഞ്ഞല്ലോ, ഈ മില്ലറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, എനിക്ക് വലുതായിട്ട് ഇഫക്റ്റ് കിട്ടിയിട്ടില്ല എന്ന് പറയുവാണെങ്കിൽ ഞാൻ അതിനുള്ള മറുപടി പറയാം. പിന്നെ ഞാൻ വേറെ ഒരു കാര്യം കൂടെ പറയാം. ഈ ചേർത്തല ബേസ് ചെയ്ത് ഒരു നാച്ചുറോപ്പതി ഡോക്ടർ ഇത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവരുടെ പ്രിപ്പറേഷൻ നടക്കുന്നത് മൂവാറ്റുപുഴയിലാണ്. അവർ ദേ ആർ ചാർജിങ് അബൌട്ട് 90 ഗ്രാമിന് അവർ ചാർജ് ചെയ്യുന്നത് 450 രൂപ. 450 രൂപയാണ് വിത്ത് ഈ പാഴ്സൽ ചാർജ് ഉൾപ്പെടെ. അത് അതിൽ നിന്നാണ് ഞാനിത് പഠിച്ചത്. അപ്പോൾ അവർക്ക് ഭയങ്കര ഡിമാൻഡാണ്. നമ്മൾ 10 ദിവസത്തിന് മുമ്പ് ഓർഡർ ചെയ്താലേ അവർ ഒരു പാക്കറ്റ് എടുക്കും. അവരുടെ കണക്ക് എന്താന്ന് വെച്ചാൽ ഓരോ സ്പൂൺ വെച്ച് 3 നേരം എന്നുള്ളതാണ്. അതായത് 10 ദിവസത്തേക്കുള്ള മാത്രമേ അവർ തരൂ. പക്ഷെ നമുക്ക് ഇന്നും പോണ്ട, നമുക്ക് തന്നെ പ്രിപ്പയർ. വി ആർ ഡോക്ടേഴ്സ്, വി നോ ദ ക്വാളിറ്റി ഓഫ് ദീസ് മില്ലറ്റ്സ്, സോ ട്രൈ ഇറ്റ്. അതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് പരീക്ഷിച്ച് നോക്കുക, ഏറ്റവും നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടും. എന്നിട്ട് എൻ്റെ കപ്പറ. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു രോഗത്തെ കുറിച്ചാണ് പറയുന്നത്. എനിക്ക് നല്ല റിസൾട്ട് തന്നിട്ടുള്ള ഒരു ഡിസീസാണ്, റിസൾട്ട് തരാത്തത് കൊണ്ട്. ഏതാണ്ട് 50-50ആണ്. 50ക്ക് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്, 50ക്ക് ഒട്ടും റിസൾട്ട് ഉണ്ട്. അവർ കുറേ നാൾ മരുന്ന് കഴിക്കുമ്പോൾ നിർത്തിപ്പോകും. മാക്സിമം 50% എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. അതെന്തുവാന്ന് വെച്ചാൽ വെള്ളപ്പാണ്ട്, അതായത് വിറ്റിലിപ്പോ ആണ്. അതിൻ്റെ പ്രോട്ടോകോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ട്യൂബർകുലിൻ 10 ഒരു ഡോസ് കൊടുത്ത് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ട്യൂബർകുലിൻ 10 ഒരു ഡോസ് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യണം. അതിനുശേഷം ആഴ്സൾഫ്ലേവം 3x, അത് ആരുടെ വാങ്ങിക്കണം? ഷാബയുടെ തന്നെ വാങ്ങിക്കണം. ഷാബയുടെ തന്നെ ഈ ഫോറിൻ ഷാബയുടെ ഈ 20 ഗ്രാമിന്റെ പാക്കിങ് അത് തന്നെ വാങ്ങിക്കണം. മറ്റേതൊക്കെ കള്ളന്മാരാ. അതിന് ശരിക്കുള്ള മരുന്നുകളൊന്നും അല്ലെന്നേ ഇവരൊക്കെ നമുക്ക് തരുന്നത്. നല്ല മരുന്ന് കിട്ടിയാലല്ലേ നമുക്ക് പ്രയോജനമുണ്ട്. ഇല്ലെങ്കിൽ SBLന്റെ അത്ര വലിയ കുഴപ്പമില്ല. ഞാൻ ഷാബയുടെ അത് TDS ആയിട്ട് കൊടുക്കണം 3x. പിന്നെ അമ്നാവിശാഖ ടിഞ്ചർ 15 തുള്ളി വെച്ച് 3 നേരം കൊടുക്കും. അമ്നാവിശാഖ 15 തുള്ളി വെച്ച് 3. ഹൈഡ്രോകോട്ടൈൽ ടിഞ്ചർ 15 drops TDS. ഏഗിൾ ഫോളിയ ടിഞ്ചർ 15 drops 15 drops TDS. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ആഴ്സൾഫാം നമ്മൾ 3x അല്ലേ കൊടുത്തേ. 3x ഒരിക്കലും ചേഞ്ച് ചെയ്യണ്ട, പക്ഷേ അതിൻ്റെ പൊട്ടൻസി ചേഞ്ച് ചെയ്യണം. അതെങ്ങനെ ചേഞ്ച് ചെയ്യണമെന്ന് വെച്ചാൽ, ആദ്യത്തെ ഒരു 2 മാസമോ 3 മാസമോ കൊടുക്കാം 30 പൊട്ടൻസി കൊടുക്കണം TDS ആയി. ഞാൻ സാധാരണ ഇത് എന്നും വരാൻ ഞാൻ സമ്മതിക്കത്തില്ല. കാര്യം വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല, ഓരോ മാസത്തേക്കാണ് കൊടുക്കുന്നത്. അപ്പം 30 പൊട്ടൻസി നമ്മൾ 3 മാസത്തേക്ക് 90 × 3 270 ടാബ്ലറ്റ് കൊടുക്കും. ടാബ്ലറ്റ് അത് 3 നേരം വെച്ച് കഴിക്കാൻ പറയണം. 3 മാസം കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ നമ്മൾ 30 ചേഞ്ച് ചെയ്യണ്ട. അഥവാ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ആ സ്ഥാനത്ത് അത് 200 ആക്കണം. അതിനുശേഷം റിസൾട്ട് കിട്ടുന്നെങ്കിൽ അപ്പോഴും 200 ചേഞ്ച് ചെയ്യണ്ട. പിന്നെ കൊടുക്കേണ്ടത് വണ്ണമാണ്. പക്ഷെ ഈ വണ്ണം കൊടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ആഴ്ചയിൽ ഒരു 4 ഡോസ് കൊടുക്കുക. ആഴ്ചയിൽ 4 ഡോസ്. അപ്പം ആഴ്ചയിൽ 4 ഡോസ് എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാന്ന് വെച്ചാൽ, അതായത് 4 ആഴ്ചത്തേക്ക്
4 16 ഡോസ്. അത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നിരാടം കഴിച്ചോളാൻ പറയാം. വണ്ണം പൊട്ടൻസി. പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് റിസൾട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പതുക്കെ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഇല്ലെങ്കിൽ ആ സ്ഥാനത്ത് ടെന്നമാക്കണം. അപ്പൊ മിക്കവാറും റിസൾട്ട് കിട്ടിയിരിക്കും. പിന്നെ അടുത്തത്, നമുക്ക് എക്സാക്ട് കോൺസ്റ്റിറ്റ്യൂഷൻ കിട്ടിയെന്ന് വിചാരിച്ചു. ഈ ആളിൽ നിന്നിന്റെ എക്സാക്ട് കോൺസ്റ്റിറ്റ്യൂഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ അതിന്റെ കൂട്ടത്തിൽ ഇന്റർ കറന്റ് ആയിട്ട് ഈ ഇത് കൊടുക്കാം, ഈ അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡിയും കൊടുക്കാം. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഈ ഹൈ ക്രിയാറ്റിൻ വാല്യൂസ് ഉള്ളവരെ കുറിച്ചാണ്. എനിക്ക് പേഷ്യൻ്റ് ഉണ്ട്, ഞാൻ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ഡയാലൈസിസ് ചെയ്യുന്നുണ്ട്, എന്നാലും അവരെൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ട്. അത് 7 ആയ ആള് ഇപ്പൊ 5.5 ഉള്ളൂ. അവർ ഡോക്ടർമാർ പറഞ്ഞു 5 ആണെങ്കിൽ നമുക്ക് ഡയാലിസിസ് സ്റ്റോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മരുന്ന് എന്താന്ന് വെച്ചാൽ ഞാൻ സാധാരണ കൊടുക്കുന്നത് മെഡോറിനം 1 എവരി 15 days മെഡോറിനം 1 ഡോസ് എവരി 15 days. പിന്നെ ഏൾ സിറം 7x ആണ് ഞാൻ കൊടുക്കുന്നത്. അത് റിക്വിഗിന്റെ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്, ഇല്ലെങ്കിൽ ഷാഗയുടെയാണ്. അത് 5 drops TDS ആയിട്ട് കൊടുക്കും, 5 drops TDS. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ചില ആൾക്കാർക്ക് ഈ UTI ആണ്, അങ്ങനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഉള്ള ആൾക്കാർക്കാണ് ചിലപ്പം ആൽബുമിനും കൂടുതൽ കാണും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട മെഡിസിൻ എപ്പിസ് 30 ആൻഡ് പൈറോജൻ 200 in 2 hour interval. പിന്നെ വേറൊരു പ്രയാസം എന്താന്ന് വെച്ചാൽ ഈ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിന് അധികം വെള്ളം കഴിക്കാൻ സമ്മതിക്കത്തില്ല, അല്ല. അതുകൊണ്ട് നമുക്കും അങ്ങനെ വെള്ളം കൊടുക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. പക്ഷെ അവിടെയുള്ള ഒരു പ്രശ്നം, ഈ UTI മാറണമെന്നുണ്ടെങ്കിൽ വെള്ളം കൂടുതൽ കഴിച്ചാൽ UTI മാറത്തുള്ളൂ. പക്ഷെ ഇത് കൊടുക്കൂ, എപ്പിസും പൈറോജനും കൂടെ കൊടുത്താൽ ആ UTI ഇൻഫെക്ഷൻ കുറഞ്ഞു കിട്ടും. അതായത് മെഡോറിനം 1 dose every 15 days, ഏൾ സിറം 7x 5 drop TDS. If UTI is there, give epis 30 and pyrogen in 2 hour interval. പിന്നെ അടുത്ത കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ ചില ആൾക്കാർ പറയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയറ് പെട്ടി പോലെ വന്ന് വീർക്കും എന്ന് പറയും. ഒത്തിരി പേരെങ്ങനെ പറയുന്നുണ്ട്, ഡോക്ടറെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ വയറ് പെട്ടി പോലെ വന്ന് വീർക്കും എന്ന് പറയും. അവർക്കുള്ള മരുന്നാണ് പൾസാറ്റില 200 TDS ആൻഡ് കാർബോവെക് 200 TDS. ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ പെട്ടി പോലെയും വരുത്തില്ല, പാട്ടപ്പെട്ടി പോലും വരുത്തില്ല, അവർ സുഖമായിട്ട്. പിന്നെ അവരുടെയൊക്കെ പ്രത്യേകം പറയേണ്ടത് ഭക്ഷണം കഴിച്ച് ഉടനെ കിടന്നുറങ്ങരുതെന്ന് പറയും. ഉടനെ കിടന്നുറങ്ങിയാൽ വയറ് വന്ന് വീർക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ഡൈജഷൻ വിൽ ബിക്കം സ്ലഗിഷ്. ഉച്ചയ്ക്ക് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ വയറ് വന്ന് വീർക്കും. അതുകൊണ്ട് അത് കഴിഞ്ഞ് കിടന്നുറങ്ങരുതെന്ന് പറയാം അവരുടെ. പിന്നെ അടുത്തതാണ്, പിന്നെ ഈ കൂടുതലായിട്ട് ബെച്ചിങ് ഉണ്ടെന്ന് വിചാരിച്ചു, അപ്പം നമുക്ക് കാർബോവെക് ആ പേഷ്യന്റിനെ കണ്ടിന്യൂ ചെയ്യാം കൂടുതൽ ബെച്ചിങ് ഉണ്ടെങ്കിൽ. ഇത് ഇൻഡൈജഷൻ കൊണ്ടാണ് ഇതുണ്ടാകുന്നെങ്കിൽ നമുക്ക് കൊടുക്കാവുന്ന മരുന്ന് നാക്സോമിക്ക 200 ആൻഡ് കാർബോവെക്. ഇൻഡൈജഷൻ കൊണ്ടുണ്ടാകുകയാണെങ്കിൽ പൾസാറ്റിലല്ല, നക്സോമിക്കായും 200 കാർബോവെക് 200 ഓൾട്ടർനേറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു ഗൾഫിൽ നിന്ന് ഒരാൾ വന്ന് പറയുകയാണ് ഭയങ്കര ഗ്യാസാണ്, നമുക്ക് ഇവിടെ വരുമ്പോൾ നാട്ടിൽ വരുമ്പോഴാണ് നമ്മുടെയൊക്കെ പറയുന്നത് ഭയങ്കര ഗ്യാസാണ്. 1 മാസത്തെയോ 2 മാസത്തെയോ 3 മാസത്തെയോ മരുന്ന് കൊടുത്തുവിട്, ഇത് കൊടുത്തുവിട്ട് നക്സോമിക്കയും കാർബോവെക്കും കൂടെ കൊടുത്തുവിട്, നല്ല റിസൾട്ട് കിട്ടും. പിന്നെ ഇവർക്ക് തന്നെ ഇങ്ങനെ വയറ് വീർത്ത് വരുമ്പോ ഓക്കാനം വല്ലതും വരുന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് എപ്പിക്കാക്ക് 200 കൂടെ നമ്മൾ കൊടുത്തു. അങ്ങനെയുണ്ടെങ്കിൽ എപ്പിക്കാക്ക് 200 TDS ആയിട്ട് കഴിക്കാൻ പറ. പക്ഷെ
റിലീഫ് കിട്ടിക്കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറയാം. അതാണ് ആ വയറിന്റെ ആ പ്രശ്നത്തിനുള്ളത്. അടുത്തത് എന്താ ഞാൻ പറയാൻ വരുന്നത്, ഹെയർ ഫോൾ. എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. അതായത് മുടി കൊഴിച്ചിൽ. പല കാരണങ്ങൾ കൊണ്ട് മുടി കൊഴിയും. പക്ഷേ അത് പ്രസവത്തിന് ശേഷം മുടി കൊഴിയുന്നവരുണ്ട്, ഹൈപ്പോതൈറോയിഡിസം കൊണ്ട് മുടി കൊഴിയുന്നവരുണ്ട്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട്, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ട് മുടി കൊഴിയുന്നവരുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ നമ്മൾ അന്വേഷിച്ചോണം. പക്ഷെ ഞാനിത് പ്രോട്ടോകോളിലാണ് പറയുന്നത്. അതിന്റെ പ്രോട്ടോകോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വിസ്ബേർഡൻ 30 TDS 3 നേരം. വിസ്ബേർഡൻ 30 3 നേരം. ബെസ്റ്റ് മെഡിസിൻ അടുത്തത് വരാൻ പോകുന്നത് ഫ്ലൂറിക് ആസിഡ് ആണ്. ഫ്ലൂറിക് ആസിഡ് is a wonderful medicine for loss of hair. ഫ്ലൂറിക് ആസിഡ് 200 വീക്ക്ലി വൺസ് കൊടുത്താൽ മതി. വീക്ക്ലി വൺസ്. അത് കഴിഞ്ഞാൽ പിന്നെ അത് വണ്ണമാക്കാം. പിന്നെ അത് ശരിക്കും നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ എണ്ണമാക്കാം. അതൊക്കെ ഡിപ്പെൻസ്, നിങ്ങളുടെ ഇഷ്ടം. പിന്നെ തൈറോയിഡിനും വണ്ണം വീക്ക്ലി 1 ഡോസ് കൊടുത്തു കൊടുക്കാം. തൈറോയിഡിനും വണ്ണം. പിന്നെ ഈ മെഡിക്കേഷൻ കണ്ടിന്യൂ അപ് ടു 3 months അണ്ടിൽ ദെയർ ഈസ് റിലീഫ് കിട്ടുന്ന വരെ ഇത് കണ്ടിന്യൂ. മിക്കവാറും റിലീഫ് കിട്ടും. പിന്നെ നല്ല വ്യക്തമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അടുത്തത് ഈ പ്രീമെച്വർ ഗ്രേയിങ് ആണ്. ഈ പ്രീമെച്വർ ഗ്രേയിങ് ഞാൻ ഒരു 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രമേ അത് ഞാൻ കൊടുക്കാറുള്ളൂ. പ്രീമെച്വർ ഗ്രേയിങ് കൊടുക്കാറുള്ളൂ. അതിന്റെ മെഡിസിൻസ് സാധാരണയായിട്ട് ഈ വിസ്ബേർഡൻ തന്നെ TDS ആയിട്ട് കൊടുക്കും. ലൈക്കോപോഡിയം 0/3 1 dose 1 liter of water and drink throughout the day as desired. അത് കണ്ടിന്യൂ ചെയ്ത് പിള്ളേരുടെ കഴിക്കാൻ പറയും. അത് കുറെ നാൾ കൊടുക്കണം. പിന്നെ തൈറോയിഡിന് വണ്ണം വീക്കിലി 1 dose. അതാണ് അതിന് ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേഹത്ത് എവിടെങ്കിലും സ്പീഡ് കൂടുന്നുണ്ടോ ഡോക്ടർ? ഇല്ലല്ലോ. ഇല്ല. എല്ലാവർക്കും അത് എഴുതിയെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഞാൻ വളരെ സ്ലോയിലാ പറയുന്നത്. അതായത് ഈ ആബ്സസ് ഫോർമേഷൻ നിസ്സാരമായ ഒരു കാര്യമാണ്. എവിടെങ്കിലും ആബ്സസ് ഫോം ചെയ്യുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താ? സൈലീഷ്യ CM 1 ഡോസ് കൊടുക്കണം. ഒട്ടും മടി വിചാരിക്കരുത്. സൈലീഷ്യ CM 1 ഡോസ്. സൈലീഷ്യ 6X 1 ഗ്രെയിൻ 5 എണ്ണം വെച്ച് 3 നേരം. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇത് അബ്സോർബ് ചെയ്ത് പോകും. അഥവാ അബ്സോർബ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുക വെച്ചാൽ ഒരു ചെറിയ ഒരു പിൻ പോയിന്റ് പോലെ കൂടി വരും. ഒരു പിൻ പോയിന്റ്. അത് പതുക്കെ ഒന്ന് പൊട്ടിച്ചു വിട്ടാൽ അതിനകത്ത് ലേശം പഴുപ്പ് കാണാൻ പോയി കഴിഞ്ഞാൽ ഒരു മരുന്നും ചെയ്യണ്ട, പിന്നെ അത് താനെ കരിക്കും. ദാറ്റ് ഈസ് ദ ടെക്നിക്. പിന്നെ അടുത്തത് അബ്സോർബ് ചെയ്തില്ലെന്ന് വിചാരിച്ചു, കൊടുക്കേണ്ട അടുത്ത മെഡിസിൻ സൾഫർ CM ആണ്. 1 ഡോസ് കൊടുക്കണം. ദ ഇഫക്റ്റ് വിൽ ബി ദി സെയിം. സൾഫർ CM 1 ഡോസ് കൊടുക്കണം. ആ കല്ലിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ അബ്സോർബ് ചെയ്തങ്ങ് മാറും. പരീക്ഷിച്ച് നോക്കുമ്പോൾ ഈവൻ ഡയബറ്റിക് പേഷ്യന്റിന്റെ വരെ കുറയും. അതാണ് ആബ്സസ് ഫോർമേഷൻ. പിന്നെ വേറെ ഒരു കാര്യം നിങ്ങളെല്ലാം കോൺഫണ്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഗാംഗ്ലിയോൺ ആണ്. ഗാംഗ്ലിയോൺ അത് നമ്മുടെ ഈ കൈയുടെ ഈ അകത്തല്ല, ഹാൻഡിന്റെ മുകളില് ഈ ടെൻഡന്റെ ഇടയ്ക്ക് വരുന്ന ഒരു സാധനമാണ് ഈ ഗാംഗ്ലിയൻ എന്ന് പറയുന്നത്. അത് അവൻ അവിടെ ഇരുന്ന് കഴിയുമ്പോൾ അത് പ്രസ് ചെയ്ത് വേദന ഉണ്ടാക്കും. ഒത്തിരി പേർക്ക് അങ്ങനത്തെ പ്രശ്നമുണ്ട്. അതിന് കൊടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ അത് ഈ സിലീഷ്യ തന്നെയാണ്. സിലീഷ്യ 10 1 ഡോസ് കൊടുത്തു വിടുക. വേണമെങ്കിൽ ആദ്യം വണ്ണം കൊടുക്കാം, വണ്ണം കൊടുത്ത് പരീക്ഷിക്കാം. ഇല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് 10 ആണ്. 1 ഡോസ് വെച്ച് കൊടുക്കുക. 1 ഡോസ് കൊടുക്കുക. അതായത് എന്നിട്ട് അത് കുറഞ്ഞില്ലെന്ന് വിചാരിച്ചു, കുറഞ്ഞില്ലെങ്കിൽ ഈ സെയിം മെത്തേഡ് സൾഫർ CM 1 ഡോസ് കൊടുക്കും. അപ്പൊ അത്
പിന്നെ കാണത്തേയില്ല. അത് എവിടെ പോയി എന്നറിയത്തില്ല. അത് അത്രയ്ക്ക് പെട്ടെന്നത് മാറിക്കിട്ടും. ഗാംഗ്ലിയന്റെ ഇതൊക്കെ അനുഭവമാണ് ഇതെല്ലാം എൻ്റെ അനുഭവമാണ്. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഇത് ഒരു ക്രോണോളജിക്കൽ ഓർഡർ അല്ല, എന്നാലും ഞാൻ പറയാം. മെട്രേജിയ ഒരു പ്രധാന ഘടകമാണ്. മെട്രേജിയ ഈ അങ്ങനെ ആ മെട്രേജിയ വരുന്നതിനുള്ള ഒരെണ്ണം എന്താന്ന് വെച്ചൊരു ഒരു 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 പ്രോട്ടോകോള് തൂജ 10 ശ്രദ്ധിക്കേട്ടാണ്. തൂജ 10 1 ഡോസ് dissolve 4 pills in 2 ounces of water. Dissolve 4 pills in 2 ounces of water and consume 2 spoonfuls from it 3 times a day. അതായത് 2 ounce വെള്ളത്തില് 4 പിൽസ് ഇടും. 4 പിൽസ് ഇട്ടിട്ട് അത് ഡിസ്റ്റിൽ വാട്ടർ ആയിരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഇരുന്ന ചീത്തയാകാത്ത നമുക്കെല്ലാം ഇതുണ്ടല്ലോ, എന്താ ഡിസ്റ്റിൽ ചെയ്യുന്ന വെള്ളം ഉണ്ടല്ലോ, അതായിരിക്കണം. ആ വെള്ളം എടുത്തിട്ട് അതിനകത്ത് തൂജ 10 1 ഡോസ്, അതാണ് ഇമ്പോർട്ടന്റ്. 1 ഡോസ് ഡിസോൾവ് 4 പിൽസ്, 4 ചെറിയ പിൽസ്, നമ്പർ 10 പിൽസ് അത് ഡിസോൾവ് ചെയ്യണം. ഡിസോൾവ് ചെയ്തിട്ട് ആ പേഷ്യന്റ് പറയണം 2 സ്പൂൺ വെച്ച് 3 നേരം വെച്ച് കഴിക്കാൻ പറയണം. ഒന്ന്. പിന്നെ നെക്സ്റ്റ് വീക്ക്, അപ്പൊ ഒരാഴ്ച അത് കഴിഞ്ഞു, പിന്നില്ല. നെക്സ്റ്റ് വീക്ക് മെഡോറിനൻ 10 സെയിം മാനർ. മറ്റേത് തൂജ 10 ആണെങ്കിൽ ഇത് മെഡോറിനൻ 10 ഇൻ സെയിം മാനർ ആൻഡ് എബവ്. നേരത്തെ തൂജ പറഞ്ഞതുപോലെ തന്നെ ഡോസേജ് ഈസ് സെയിം. അത് അപ്പം തൂജ 10 ആദ്യം, അത് കഴിഞ്ഞ് മെഡോറിനൻ 10. പിന്നെ അടുത്തത് ടിഞ്ചേഴ്സ് ആണ്. ടിഞ്ചേഴ്സ് സബൈന ടിഞ്ചർ 25 ഡ്രോപ്സ് BD, രാവിലെയും വൈകിട്ടും 25 ടിഞ്ചർ വെച്ച് കൊടുക്കണം. പിന്നെ ഹമാമെലിസ് ടിഞ്ചർ 15 ഡ്രോപ്സ് TDS. ട്രില്യം ടിഞ്ചർ 15 ഡ്രോപ്സ് TDS. പിന്നെ ഞാൻ സാധാരണ ഇതിന്റെ കൂട്ടത്തില് റെസ്ക്യൂ റെമഡിയും കൂടെ കൊടുക്കും കേട്ടോ. RR കൂടെ കൊടുക്കാറുണ്ട്. TDS ആയിട്ട് കൊടുക്കും. മെഡിക്കേഷൻ ഷുഡ് ബി കണ്ടിന്യൂഡ് ഫോർ 3 months. അത് അവരുടെയൊക്കെ പറയണം, 3 മാസത്തേക്ക് മരുന്ന് കഴിച്ചേ പറ്റും എന്ന് പറയണം. If the patient is feel any discomfort, stop the medicine for 2 weeks and then restart. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പേഷ്യന്റിന് എന്തെങ്കിലും ഒരു ഡിസ്കംഫർട്ട് തോന്നുകയാണെങ്കിൽ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ദി മെഡിസിൻ ഫോർ 2 weeks. ഈ ടിഞ്ചേഴ്സ് ആണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത് കൂടുതലും. എന്നിട്ട് അത് റീസ്റ്റാർട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് റീസ്റ്റാർട്ട് ചെയ്യണം. അതാണ് അതിൻ്റെ പ്രോട്ടോകോൾ. പിന്നെ if the patient is having no symptoms for 6 months, stop all the medicines and wait for 2 months. അപ്പോഴത്തേക്ക് അവരുടെ അസുഖം കുറഞ്ഞു. മനസ്സിലാകുന്നുണ്ടല്ലോ? പിന്നെ അടുത്തത് അവസാനം പറഞ്ഞ the patient is having no symptoms for 6 months. സിംറ്റംസ് ഒന്നും ഇല്ലെന്ന് വിചാരിച്ചോളൂ. ഒന്നുമില്ലെങ്കിൽ എല്ലാ മെഡിസിനും സ്റ്റോപ്പ് ചെയ്യാം 2 മാസത്തേക്ക്. അവർക്ക് അസുഖത്തിൻ്റെതായുള്ള സിംറ്റംസ് ഒന്നുമില്ല എന്ന് അവർ പറയുന്നത്, എനിക്കിപ്പം ഡോക്ടറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് ആൻഡ് വെയിറ്റ് ഫോർ 2 months, 2 മാസം വെയിറ്റ് ചെയ്യണം. ഇതിനിടയ്ക്ക് വേണമെങ്കിൽ സ്കാൻ ചെയ്യുമോ എന്തെങ്കിലുമൊക്കെ ചെയ്തോണം, കുഴപ്പം. പിന്നെ അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി ആണ്. ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി അതിനെനിക്കൊരു കോംബോ ആയിട്ടൊരു കാര്യമുണ്ട്. എനിക്ക് പല കുഞ്ഞുങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാലും ചിലപ്പോൾ ഈ ഫ്ലോറിലൊക്കെ ശാന്താചന്ദ്രനും ആമ്പാടിയും ഒക്കെ കാണും. അവർക്കൊന്നും എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്നാലും എൻ്റെ കോംബോ ഞാൻ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട്
ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ആൾ യു ഫൈൻഡ് ഔട്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഗീവ് ദി ടെന്നം പൊട്ടൻസി. അവിടാണ് ഇന്ന് ആദ്യത്തെ ഷൂട്ട്. അതാണ്. അത് കാൽക്കേരിയ കാർബ് ആകാം, പൾസാറ്റിലി ആകാം, ഏത് വേണമെങ്കിലും ആകാം. അതാണ് ഫസ്റ്റ് ഷൂട്ട്. അതാണ് അത് നമ്മൾ കണ്ടുപിടിക്കുക. അത് ടെന്നം പൊട്ടൻസി കൊടുക്കുക. അതാണ് അതിൻ്റെ അത് ടെന്നം പൊട്ടൻസി ഇൻ 3 times a day, ഒരു ദിവസം. അതായത് രാവിലെ, ഉച്ചയ്ക്ക്, രാത്രിയിലെ. പിന്നെ അടുത്തത് ഊഫോറിനം 200, ഊഫോറിനം 200 TDS ആയിട്ട് കൊടുക്കണം. ഫോളിക്കുലിനം 200 TDS. പിന്നെ റെസ്ക്യൂ റെമഡി TDS. ഈ പേഷ്യന്റിന് നമ്മൾ ലാബ് ഇൻവെസ്റ്റിഗേഷൻ എല്ലാം കറക്റ്റായിട്ട് ചെയ്തോണം. നമ്മൾ ലാബ് ഇൻവെസ്റ്റിഗേഷൻ കുറെ ഉണ്ടല്ലോ, അതെല്ലാം ചെയ്യണം. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലാബ് ഇൻവെസ്റ്റിഗേഷൻ ആണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ളത്. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നാൽ ദ ഇൻസുലിൻ ഈസ് പ്രൊഡ്യൂസിങ് ബൈ ദി islet of Langerhans, but it is not properly absorbed by the cells. That resistance is there. അതിന് മാറാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ടിഞ്ചർ എന്ന് പറയുന്നത് സിനാമൺ ടിഞ്ചറാണ്. സിനാമൺ ടിഞ്ചറും അതുപോലെ തന്നെ ആസ്പരാഗസ് ടിഞ്ചറുമാണ്. 2 ടിഞ്ചറാണ് ഞാൻ അതിന് ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾ എഴുതി വെച്ചോളുക. സിനാമൺ ടിഞ്ചറും ആസ്പരാഗസ് ടിഞ്ചറും. അത് BD ആയിട്ട് കൊടുത്താൽ മതി. 20 drops BD ആയിട്ട് കൊടുക്കും. പിന്നെ അടുത്തത് പാൻക്രിയാറ്റിനം 3x. കാര്യം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പാൻക്രിയാറ്റിനം 3x TDS ആയിട്ട് കൊടുക്കണം. ആ ഇൻസുലിൻ്റെ ഇതുള്ളത് കൊണ്ട് ജിംനിമം 25 drops TDS. പിന്നെ നാട്രം സൾഫ് 6x 5 ടാബ്ലറ്റ് TDS ആയിട്ട് കൊടുക്കണം. ഇത്രയാണ് നമുക്ക് ഇത് പ്രോട്ടോകോളില് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ എത്ര സമയമായി ഡോക്ടറെ? നമുക്ക് ഇപ്പം 10:19. ഇതില് ഇപ്പം നമ്മളെ ഞാൻ എത്ര പേരുണ്ട്? 36 പേരുണ്ട് അല്ലേ? ഇതില് പ്രഗത്ഭരായ ഡോക്ടർമാർ കാണും, എല്ലാരും കാണും. അവർക്ക് ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ എന്റെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാം. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. അല്ലാതെ ഈ പാടകം, ഈ അമ്പലത്തിൽ പാടകക്കാരനുണ്ട്. അത് ഡോക്ടർ കേട്ടിട്ടുണ്ടോ? അമ്പലത്തിലെ പാടകം. ഇപ്പൊ ഇല്ലാന്ന് തോന്നുന്നു അമ്പലങ്ങളിൽ പാടകം. എന്റെയൊക്കെ കുട്ടിക്കാലത്ത് അമ്പലത്തിൽ പാടകം പറയത്തില്ലേ? പാടകം പറയത്തില്ലേ? ഒരു തൊപ്പിയൊക്കെ വെച്ച്, കളർഫുൾ തൊപ്പിയൊക്കെ വെച്ച് ദേഹത്തൊക്കെ കിന്നരിയൊക്കെ പിടിപ്പിച്ച് ഒരാളുണ്ട് വരും. എന്നിട്ട് മൈക്കിന്റെ മുന്നിൽ നിന്ന് അയാൾ ഈ തമാശകളും കഥകളും ഒക്കെ പറയും. ഞങ്ങൾ പിള്ളേര് മുൻവശത്ത് വായും പൊളിച്ചിരിക്കും. എന്നിട്ട് ഇത് കഴിയുമ്പം, ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ആദ്യം പേര് കാണത്തില്ല. ഇപ്പൊ അമ്പലപ്പുഴ അമ്പലത്തിലാണെങ്കിൽ കൂടി വന്നാൽ 10, 30, 40 പിന്നെ ഞങ്ങൾ ഈ പിള്ളേർ മാത്രം മുൻവശത്ത് കാണും. ഇത് കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. കാര്യം ഈ കഥാകാലക്ഷേപം പോലെ. അതായത് ഇങ്ങനെ ഈ ശാംബശിവന്റെ കഥാകാലക്ഷേപം ഉണ്ടല്ലോ. അതായത് തമാശകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് വിട്ടിച്ചിരികളൊക്കെ ചിരിച്ച് എല്ലാവരും ഇന്ന് നേരം വെളുക്കാറാകുമ്പോൾ എഴുന്നേറ്റ് പോകും. ചില ആൾക്കാരൊക്കെ അവിടെ തന്നെ കിടന്നു എന്ന് പറഞ്ഞാണൊക്കെ എൻ്റെ ഈ കഥാകാലക്ഷേപം ഇതിങ്ങനെ കേട്ട് ഇങ്ങനെ ഇരുന്ന് ആർക്കും ഒരു സംശയവും ഇല്ലെങ്കിൽ പിന്നെ എൻ്റെ വിചാരം ഒന്നില്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് മനസ്സിലായി എന്നുള്ളത് ലക്ഷണമാണ്. അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഡോക്ടറെ കേട്ടു കൊള്ളാം എന്ന് പറഞ്ഞ്. അതുകൊണ്ട് സംശയമുള്ള ഡോക്ടർമാര് ചോദിക്കട്ടെ. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ പറയുന്നത്. നിങ്ങളും കൂടെ ചെയ്തു നോക്ക്. ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ചെയ്തു നോക്കുക. പനിയുടെ കാര്യത്തിലാണെങ്കിലും മെട്രേജിയുടെ കാര്യത്താണെങ്കിലും ഇതെല്ലാം ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയിട്ട് ഇനി റിസൾട്ട്
കിട്ടിയില്ലെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കുക അതെന്താ കിട്ടാതിരുന്ന ഡോക്ടറെ. അപ്പൊ അതിനകത്ത് ചില കറക്ഷൻസ് വരുത്തിയാൽ മതി, അപ്പൊ അത് കിട്ടും. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു 80% ഉള്ളൂ ഇതിന്റെ വാലിഡിറ്റി. 80 കിട്ടിയാൽ മതി. ഇപ്പൊ തന്നെ ഹെമറോയിഡ്സ്, അത് ഞാൻ പറഞ്ഞില്ലല്ലോ, ഹെമറോയിഡ്സിനെ പോലെ ഇത്ര നമുക്ക് ഹോമിയോപ്പതിക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു സിസ്റ്റം വേണം. ഹെമറോയിഡ്സ് എനിക്ക് ഒത്തിരി പേഷ്യൻ്റ് ഉണ്ട്. നിസ്സാരമാണ് ഹെമറോയിഡ്സ് ചികിത്സിക്കാൻ. അതായത് അതിന് അത് ചില പ്രത്യേക ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി, അപ്പൊ തന്നെ നമുക്ക് ഇത് കിട്ടും. അതായത് ബ്ലീഡിങ് ആയിട്ടുണ്ടെങ്കിൽ ഒരു ഹെമറോയിഡ് പേഷ്യന്റ് ബ്ലീഡിങ് അവർ കക്കൂസി ഇരിക്കുമ്പോൾ ബ്ലീഡ് ചെയ്യുന്നു എന്നും പറഞ്ഞ് വരുവാണെങ്കിൽ നമുക്ക് കൊടുക്കാവുന്ന മെഡിസിൻസ് ഉണ്ട്, അതിന്റെ പ്രോട്ടോകോൾ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുമ്പോഴും അല്ലാത്തപ്പോഴും നിങ്ങൾ തെർമൽ റിയാക്ഷൻ ശരിക്കും പഠിക്കണം. അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇപ്പൊ പൈൽസിന്റെ ആണെങ്കിൽ പോലും ഈ ഹെമറോയിഡ്സിന്റെ ആണെങ്കിൽ പോലും നമ്മൾ പഠിക്കണം. അത് എനിക്ക് തോന്നുന്നു ഒട്ടുമുക്കാല് ഹെമറോയിഡ്സ് പേഷ്യന്റും മെർക്സോൾ ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. മെർക്സോൾ അതിന് ഞാൻ 10 ആണ് സാധാരണ കൊടുക്കുന്നത്. അതിന് മിക്കവാറും ആ മെർക്സോൾ പേഷ്യൻസ് എല്ലാം ആംഫി തെർമലാണ്. കിടന്നു കഴിഞ്ഞാൽ അവര് പുലച്ചു കിടക്കാനായിട്ടാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷേ അവര് ഫാനിടും. ചായ കൊടുക്കുകയാണെങ്കിൽ അവര് പിന്നെ നല്ല ചൂട് ഇഷ്ടപ്പെടുന്നില്ല, ചെറു ചൂട് ഇഷ്ടപ്പെടും. അവർ കുളിക്കാൻ വെള്ളം എടുക്കുകയാണെങ്കിൽ ചെറു ചൂട് ഇഷ്ടപ്പെടുന്നു, നല്ല ചൂട് വേണ്ട, തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ അവരിഷ്ടപ്പെടുന്നില്ല. അവര് ഈ ഏനസിന്റെ ഭാഗം കഴുകുമ്പോഴത്തേക്ക് അവർക്ക് അവരുടെയൊക്കെ ചോദിക്കണം, എന്ത് വെള്ളം എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് വെള്ളത്തെ കഴുകുമ്പോഴാ സുഖം കിട്ടുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തണുത്ത വെള്ളത്തിൽ കഴുകുമ്പോഴാ സുഖം എന്ന് പറയുകയാണെങ്കിൽ അതും മെർക്സോളിന്റെയാണ്. ലാക്ടോസിസ് ഇല്ലേ? ഉണ്ട്, ലാക്ടോസിനുണ്ട്. ഞാൻ ഈ മെർക്സോളിന്റെയാണ് ഇപ്പോൾ പറയുന്നത്. ലാക്ടോസിനാണെങ്കിൽ ഈ മെർസോളിനാണെങ്കിൽ ടെനസ്മസ് ഉണ്ട്. മുക്കി അവിടെ ഇരിക്കും. ദാറ്റ് ഈസ് മെർക്സോൾ. പക്ഷെ ഒരു ഡോക്ടർ ചോദിക്കുന്നുണ്ട് ക്രിയാറ്റിനിന്റെ പ്രോട്ടോകോള് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ക്രിയാറ്റിനിന്റെ പ്രോട്ടോകോൾ അത് ഞാൻ മറിയാമ്മ ഡോക്ടറെ എഴുതി കാണുമല്ലോ. അത് ഞാൻ പറഞ്ഞുതരാം. അത് നോക്കട്ടെ. ഗാംഗ്ലിയോൺ ടുമോർ, പ്രീമച്വർ ഗ്രീയിങ് ഹെയർ, ഹെയർ ഫോൾ, ഹൈ ക്രിയാറ്റിനിൻ വാല്യൂസ് വരികയാണെങ്കിൽ മെഡോറിനം 1 ഡോസ് എവരി 15 days കൊടുക്കണം. പിന്നെ ഏഴ് സിറം 7x അത് ഇർക്വിക്കിന്റെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് 5 drops TDS ആയിട്ട് കൊടുക്കണം. പിന്നെ ആ അയക്ക് തന്നെ യൂറിനറി UTI ഉണ്ടെങ്കിൽ എപ്പിസും പൈറോജനും 2 hour ഇന്റർവെൽ വെച്ച് കൊടുക്കണം. ഇത്രയും കൊടുത്ത് കണ്ടിന്യൂ. ഇതൊന്നും നിങ്ങൾ ധൃതി വെക്കരുത്. അത് കൊടുത്ത് വരുമ്പം ഒരു 3 months 4 months ഒക്കെ കഴിയുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ സൈമൾട്ടേനിയസ് ആയിട്ട് ചിലപ്പോൾ ചില പേഷ്യൻസ് ഇത് ചെയ്യുന്നുണ്ടാവും, ഈ ഡയാലിസിസ് ചെയ്യുന്നുണ്ടാവും. ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഇത് കുറഞ്ഞു. പിന്നെ ഞാൻ മറ്റേത് പറഞ്ഞില്ലേ, അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ മെർക്സോളിന്റെ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ യു ഗീവ് 10 ഡോസ് കൊടുക്കുക. പിന്നെ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ഹമാമെലിസും ടിഞ്ചറും ട്രില്ലിയോ ഇതിന്റെ കൂടെ ഉപയോഗിക്കുക. പിന്നെ ഒരു മെഡിസിൻ ഉണ്ട്, ഒരു ബ്ലീഡിങ്ങിന്റെ വേറെ ഒരു മരുന്നുണ്ട്. അത് ഞാൻ ഒരു ക്ലാസ്സിൽ എടുക്കാം. അത് ആ ടിഞ്ചേഴ്സ് ഉപയോഗിക്കുക. അതേസമയം ഈ ലൈക്കോപോഡിയത്തിന്റെ പ്രത്യേകത എന്താ? ലൈക്കോപോഡിയം ഇസ് എ ഹോട്ട് പേഷ്യന്റ്. അത് നമുക്ക് അതിന്റെ തെർമൽ റിയാക്ഷൻ എടുക്കണം. പക്ഷെ ചൂടുവെള്ളം കൊണ്ട് അവന്റെ ഹെമറോയിഡ്സിന്റെ ഭാഗം കഴുകുമ്പോഴാണ് അവന് സുഖം കിട്ടുന്നത്. ഈ അലോപ്പതി ഡോക്ടർമാർ കാണിക്കുന്ന പമ്പര വിഡ്ഢിത്തരം എന്താന്ന് വെച്ചാൽ, ഈ തണുപ്പ് കൊണ്ട് റിലീഫ് കിട്ടുന്നവന് ചൂടുവെള്ളം കൊടുക്കും കഴുകിക്കൊള്ളാൻ. ഒരു പാത്രത്തില് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് ഉപ്പ് ഒഴിച്ചിട്ട് ഇരുന്നോളാൻ പറയും. ശുദ്ധ മണ്ടത്തരമാണത്. അവന്റെ ബോഡിക്ക് അത് പറ്റത്തില്ല. അവനാവശ്യം ലൈക്കോപോഡിയമാണ്. അപ്പൊ ലൈക്കോപോഡിയം കൊടുക്കുക, ലൈക്കോപോഡിയം 10 ഡോസ് കൊടുക്കുക.
അതിന്റെ കൂട്ടത്തിൽ ഈ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അമാമലിസും ട്രില്ലിയും മറ്റേ ടിഞ്ചേഴ്സ് ഉണ്ടല്ലോ, വേറെ ഒരു ടിഞ്ചറും കൂടെ ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിഞ്ചർ. അതുകൊണ്ട് അതും കൂടെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത്. പക്ഷെ ലാക്ടോസിസിന്റെ അങ്ങനെയല്ല. ഈ ഹെമറോയിഡ് പേഷ്യന്റ് തന്നെ ലാക്ടോസിസിന്റെ നമുക്ക് നോക്കുകയാണെങ്കിൽ ആ ലാക്ടോസിസ് പേഷ്യന്റിന് തണുപ്പ് കൊണ്ടാണ് കുറയുന്നത്. പക്ഷെ ലാക്ടോസിസ് അവന് അവിടെ ഇരുന്നാലുണ്ടല്ലോ എന്തൊരു വേദനയായിരിക്കും എന്നറിയാമോ? അതായത് ഈ മുള്ളു കൊള്ളുന്ന പോലെ ഉള്ള വേദനയാണ് ലാക്ടോസിസ് പേഷ്യന്റിന്. ഹെപ്പാർ സൾഫിനും അങ്ങനെ ഉണ്ട്. പക്ഷെ ഹെപ്പാർ സൾഫിന് ചൂട് കൊണ്ടാണ് കുറെ റിലീഫ് കിട്ടുന്നത്. പിന്നെ ഹെപ്പാർ സൾഫ് ചില്ലി പേഷ്യന്റ് ആണ്. ഈ തെർമൽ റിയാക്ഷൻ കൊണ്ട് മാത്രം നമുക്ക് ഒത്തിരി കേസ് സുഖമാക്കാൻ പറ്റും. അതിനെ നിരാകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഏത് ഹോമിയോ ഡോക്ടർമാർ പറഞ്ഞാലും ഞാൻ സമ്മതിക്കത്തില്ല. കാര്യം എൻ്റെ പ്രിസ്ക്രിപ്ഷന്റെ അടിസ്ഥാനം ക്രോണിക് കേസിന്റെ അടിസ്ഥാനം ഈ തെർമൽ റിയാക്ഷൻ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളും ആ തെർമൽ റിയാക്ഷൻ പഠിക്കണം, അത് പഠിച്ച് ചെയ്യണം. അത് വളരെ പ്രയാസമാണ്, എന്നാലും അത് പേഷ്യന്റിനെ ഇരുത്തി. അതുപോലെ തന്നെ അലർജിക്ക് നമ്മൾ തെർമൽ റിയാക്ഷൻ വെച്ച് തന്നെ പ്രിസ്ക്രൈബ് ചെയ്യുക, സംശയമൊന്നുമില്ല. നിങ്ങൾ ചെയ്തു നോക്ക്. അതായത് ഈ നാട്രൽ സൾഫ് നമുക്ക് കിട്ടും. നാട്രൽ സൾഫ് ഈസ് എ ഹോട്ട് പേഷ്യന്റ്. എൻ്റെ അനുഭവത്തിൽ നിന്നുള്ളതാണ്. നാട്രൽ സൾഫ് ഹോട്ട് പേഷ്യന്റ് ആണ്. അവർക്ക് തണുത്തൊന്നും കഴിക്കാൻ പറ്റില്ല. ഏർലി മോർണിംഗ് ആകുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് വിടുമ്പോഴേ തുമ്മലും ചീറ്റലും പിടിപിടിയൊക്കെ ആയിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള പേഷ്യന്റിന് ഞാൻ നാട്രൽ സൾഫ് 10 mg ആണ് കൊടുക്കുന്നത്. പക്ഷെ പേഷ്യന്റ് ഷുഡ് ബി ഹോട്ട് പേഷ്യന്റ് ആയിരിക്കണം. അങ്ങനത്തെ പേഷ്യന്റിന് നമുക്ക് നാട്രൽ സൾഫ് 10 mg ഡോസ് കൊടുത്തുകൊണ്ട് അതിന്റെ കൂട്ടത്തിൽ ചില ടിഞ്ചേഴ്സും കൂടെ കൊടുക്കുകയാണെങ്കിൽ വണ്ടർഫുൾ റിസൾട്ട് വിത്ത് ആൾ ദ നമ്മുടെ ഇത് നമ്മൾ ശ്രദ്ധിക്കണം. പഥ്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കണം. കൂടെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റിസൾട്ട്. ഒത്തിരി സമയം 29ആയി. ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറ. ഇനി 1 മിനിറ്റ് ഉണ്ട്. ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല സാറേ. ആരും ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ലേ? അപ്പൊ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്നാണോ അറിയാമോ ഡോക്ടറുടെ അഭിപ്രായം? മനസ്സിലായി കാണും, അതുകൊണ്ടായിരിക്കും സാർ അത്രയും സ്ലോ ആയിട്ടല്ലേ കാര്യങ്ങൾ പറയുന്നത്. അതെ, ഞാൻ വളരെ സ്ലോ ആയിട്ടാ പറയുന്നത്. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജയലക്ഷ്മി ഇല്ലേ? ജയലക്ഷ്മി ആണല്ലോ വല്ലപ്പോഴും എന്തെങ്കിലും ചോദിക്കുന്നത്. ഇപ്പൊ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ജയലക്ഷ്മി അല്ല, ജയലളിത ഡോക്ടർ. ജയലളിത ഡോക്ടർ മഷൂദ് ഡോക്ടർ അഡ്മിറ്റ് ചെയ്തോ സാർ? മഷൂദ് ഡോക്ടർ നമ്മുടെ ഈ പ്ലാന്റ്. അതെ, ഞാൻ തന്നെ സാറേ. ഒരു കാര്യം ചോദിക്കാനായിരുന്നു. എനിക്ക് ഇടുക്കി വെച്ച് തന്നെ ഇപ്പോഴും 2-3 കേസുണ്ട് ഈ ലൂക്കോഡർമ, വെള്ളപ്പാണ്ട്. അപ്പൊ അത് ഞാൻ എത്ര വലിയതായിരുന്നാലും കുറച്ച് സ്പോർട്സ് ഉണ്ടെങ്കിലും എനിക്ക് ആക്സിഡന്റ് ആയിട്ട് ഒരു കേസ് കിട്ടിയതുകൊണ്ട് ഞാൻ മിക്കവാറും ഡ്രൊസീറയാണ്. സാറ് അത് ഡ്രൊസീറയെ പറ്റി പറഞ്ഞില്ല. ഡ്രൊസീറയും കൽക്കാരും സൾഫറും മാത്രം കൊണ്ടാണ് ഞാൻ അത് ഒരുമാതിരി ചെറുതാണെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞു പോകും. കൽക്കായിട്ട് 1 ഡോസും കൊടുക്കും. ഡ്രൊസീറയാണ് ഫ്രീക്വന്റ് ആയിട്ട് കൊടുക്കുന്ന 30. കേസ് കണ്ടിട്ടില്ലേ? എനിക്ക് ബോറിക്കിൽ ഇങ്ങനെ ഒരു പേജിൽ കിടപ്പുണ്ട് ഡ്രൊസീറ. പോലെ തന്നെ ഡ്രൊസീറ 1 ഡോസ് 30. ഡ്രൊസീറ 30 1 ഡോസ് കൊടുക്കത്തുള്ളൂ. 1 ഡോസ് നമുക്ക് 1 മാസം ഡെയിലി റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോ 2-3 മാസം. അതിനിടയ്ക്ക് 1 ഡോസ് കൽക്കറി കാർബും പിന്നെ സൾഫർ 200 കൂടി ചിലപ്പോ ഒണ്ണമാക്കി വേണ്ടി വരും. ഇത് 3 മാത്രം കൊണ്ട് എനിക്ക് 3-4 കേസ് നല്ല ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാ ഡോക്ടറെ? ഡ്രൊസീറ 30 പിന്നെന്തൊക്കെയാ? ഡ്രൊസീറ 30 ഡെയിലി വേണ്ടി വരും. 30 മെഡിക്കേറ്റ് ചെയ്ത പെല്ലറ്റ്സ് തന്നെ 1 പെല്ലറ്റ് പൗഡറായിട്ട് ഡെയിലി 1 പൗഡർ. കൽക്കേറിയ കാർബ് 200. അത് പെല്ലറ്റ് ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരിക്കലും വല്ലതും 1 ഡോസ്, ചിലപ്പോൾ 2 ഡോസ് ആളിന്റെ ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണത്. പിന്നെ സൾഫർ 200 ഒണ്ണമോ കൊടുക്കാറുണ്ട്. സൾഫർ അങ്ങനെ 3 മെഡിസിൻ കൊടുത്തിട്ട് ഡോക്ടർക്ക്
നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഞാനും ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ഇതൊരു ലുക്കോഡർമ പേഷ്യൻസ് ഉണ്ട്. 4-5 കേസ് ഈ സ്പോട്ട് വളരെ കൂടുതൽ വന്നു പോയാൽ ശരിക്കും ചില ഏരിയാസിൽ മാത്രം ആദ്യം ക്ലിയർ ചെയ്ത് കാണും. ഇപ്പൊ ഈ മുഖത്തൊക്കെ ആണെങ്കിൽ ചുണ്ടിന്റെ ഭാഗത്തൊക്കെ വരുന്നത് ചിലപ്പോൾ വേഗം കുറയുന്നതുള്ളൂ. അല്ലെങ്കിൽ കണ്ടമാനം ശരിക്കും അങ്ങ് പകർന്നു പോയതാണെങ്കിൽ ചിലപ്പോൾ കിട്ടില്ല. ചെറിയ സ്പോർട്സ് ഒക്കെ ആണെങ്കിൽ ഏതാണ്ട് ഒരു പൈസ വട്ടത്തിലുള്ള സ്പോർട്സ് ഒക്കെ മാറി കിട്ടിയിട്ടുണ്ട്. എനിക്ക് എന്റെ ഈ പ്രോട്ടോകോൾ വെച്ചാണ് എനിക്ക് അനുഭവങ്ങൾ ഉള്ളത്. പൂർണ്ണമായിട്ട് മാറിയ പേഷ്യൻസ് എനിക്കുണ്ട്. നന്ദി മഷൂർ ഡോക്ടറെ. ഇനി ജയലളിത ഡോക്ടറെ. മറിയാമ്മ ഡോക്ടറെ, താങ്ക് യു ഫോർ കോളിംഗ് മീ. ഹരിഹര സാർ എന്നെ അന്വേഷിച്ചു, സന്തോഷം. സാറേ, എനിക്ക് ക്ലാസ് നല്ലോണം ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് നല്ല വിശദമായിട്ട് പതുക്കെ നിർത്തി പറഞ്ഞു തന്നു. എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു, നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോ സമയമില്ലെങ്കിലും എനിക്ക് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഊഫോറിനും ഓവറിയും രണ്ടാണോ സെയിം ആണോ? അതുപോലെ തന്നെ ഒരു ടെസ്റ്റോസ്റ്ററോൺ ടെസ്റ്റിസമർ 2 മെഡിസിൻസ് ഉണ്ട്. അതും അങ്ങനെ തന്നെ കൺഫ്യൂഷൻ വരുന്ന ഒരു സംഭവമാണ്. അതെ 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 ഡോക്ടർ പറഞ്ഞു വളരെ ശരിയാണ്, വളരെ ശരിയാണ്. അതായത് നമ്മൾ അത് ശരിയാണ്. എനിക്കും അതിനെപ്പറ്റി ഒരു തീർച്ച പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഈ 2 മരുന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. രണ്ടായിട്ട് തന്നെ കിട്ടുന്നുണ്ടോ? രണ്ടായിട്ട് തന്നെ കിട്ടുന്നുണ്ട്, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതായത് ഊഫോർണത്തിന്റെ കാര്യമല്ലേ ഡോക്ടർ ചോദിച്ചത്? ഊഫോറിനും ഓവറിയും രണ്ടും ഉണ്ടല്ലോ. രണ്ടും കിട്ടും. അതായത് ഈ പിന്നെ ഞാൻ അതൊന്ന് എടുക്കട്ടെ, ഞാൻ പറയാം. ഈ സംശയം എനിക്ക് പണ്ടേ ഉള്ളതാണ്. അങ്ങനെ ഞാന് ഈ നമ്മുടെ ഫാർമസിയില്ലേ, ഫാർമസിയിൽ അന്വേഷിച്ചപ്പോ അവര് പറയുന്നത്, ഞാൻ അന്ന് എടുത്തോട്ടെ, നോക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാലും മതി. അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. ഞാനത് അന്വേഷിച്ചു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഊഫോറിനവും ഈ ഓവറി 3X ഉണ്ടല്ലോ, അത് രണ്ടും ഒന്നാണെന്നാണ് എന്റെ അഭിപ്രായം, എനിക്ക് തോന്നുന്നത്. പക്ഷേ നമുക്ക് മാർക്കറ്റിൽ ഇത് രണ്ടും അവൈലബിൾ ആണ്. ഓക്കെ സർ, നല്ല സെഷൻ ആയിരുന്നു കേട്ടോ. താങ്ക് യു ഡോക്ടർ. ഇനിയിപ്പം ഭദ്രൻ ഡോക്ടർ, സാറിന് നന്ദി പറയണേ. ഭദ്രൻ ഡോക്ടർ. ഇന്നത്തെ വളരെ വിലപ്പെട്ട ക്ലാസ് ആയിരുന്നു. വളരെ കൂടുതൽ നമ്മുടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് നല്ലപോലെ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ മൾട്ടിപ്പിൾ പ്രിസ്ക്രിപ്ഷനിൽ ചിലർക്ക് തൃപ്തിക്കുറവ് വന്നേക്കാം. അതിൽ റിസൾട്ട് ഉള്ളതുകൊണ്ട് അങ്ങനെ അംഗീകരിക്കാതിരിക്കാൻ നോക്കിയില്ല. തീർച്ചയായിട്ടും അംഗീകരിക്കുന്നുണ്ട്. ഏതായാലും നല്ല റിസൾട്ട്സ് ഇത്രയും കാര്യമായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് പറയുന്നത് അത് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കുറച്ച് അല്പ സംശയങ്ങളുള്ള ഞാൻ പിന്നെ ഒരു ക്ലാസ്സിൽ ചോദിക്കാം. ഇന്ന് ഇത്രയും നല്ല ക്ലാസ് എടുത്ത എൻ്റെ അടുത്ത സുഹൃത്ത് ഡോക്ടർ ഹരിഹരന് IFHന്റെ പേരിലും എൻ്റെ പേരിലും ഇന്ന് പങ്കെടുത്ത എല്ലാവരുടെയും പേരിലും ആനന്ദമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. മേലിലും നമുക്ക് നല്ല ക്ലാസ്സുകൾ പ്രസന്റ് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു. നന്ദി ഭദ്രൻ ഡോക്ടറെ. ഏതായാലും വിവിധ തരം പ്രിസ്ക്രിപ്ഷനുകളും ചികിത്സയുടെ പ്രോട്ടോക്കോളും എന്ന വിഷയത്തിൽ 3ാം ഭാഗം ക്ലാസ്സാണ് ഇന്ന് സാർ എടുത്തത്. ഇനി ഇത് വീണ്ടും തുടരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സാറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ക്ലാസ് വളരെയധികം ഭംഗിയായി തീർന്നു. 2187 പ്രതിദിന സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.